വയൽ പൂ പോലും സോളമനേക്കാൾ സുന്ദരമായി സൃഷ്ടിച്ച ദൈവം കൂടെയുള്ളപ്പോൾ മകളും സാരമില്ല. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് ആദിത്യ സുരേഷ് ആണ്. ഒരു ശിശുവായിരിക്കുമ്പോൾ അസ്ഥികൾ പൊട്ടിപ്പോകുന്ന 10,000-കണക്കിന് ആളുകളിൽ ഒരാൾക്ക് മാത്രം വരുന്ന അപൂർവമായ ഒരു രോഗം ബാധിച്ച ഒരു ബാലൻ. ഇന്ന് അദ്ദേഹം 16 വയസ്സ് പൂർത്തീകരിക്കുമ്പോൾ ഭാരതത്തിൻ്റെ ശ്രേഷ്ഠ ബാല പുരസ്കാരം 2 തവണ നേടി. സംസ്ഥാനത്തിൻ്റെ ശ്രേഷ്ഠ ബാലപുരസ്കാരം 1 തവണ നേടി. ഒരു തമിഴ് സിനിമയിൽ പാടി കേരളത്തിലെമ്പാടും ഇന്ത്യയിലെമ്പാടും വിദേശ രാജ്യങ്ങളിലും സഞ്ചരിച്ച് തൻ്റെ സംഗീതയാത്ര തുടരുകയാണ്. ആദിത്യ സുരേഷ് ഒരു പാഠപുസ്തകമാണ്. വിനയപൂർവ്വം സ്വാഗതം ചെയ്യാം ആദിത്യ സുരേഷിനെ. आदित्य सुरेश केरल संगीत के क्षेत्र में कई पुरस्कार प्राप्त किए हैं. केरल सरकार से उज्ज्वला बाल्यम पुरस्कार मिला. ജീവിതത്തിന്റെ ഈ യാത്രയിൽ ഈ ഉയരങ്ങളിൽ എത്തിച്ചേരാൻ ആദിത്യ സുരേഷിന് കഴിഞ്ഞതിനെ കുറിച്ച് ഞങ്ങളോടൊന്ന് വിശദീകരിക്കാമോ? കുശവൻ കുഴച്ചതാം മണ്ണാണു ഞാൻ, കുടമോ കൂജയോ തന്നിച്ചയം. കുശവൻ കുഴച്ചതാം മണ്ണാണു ഞാൻ, കുടമോ കൂജയോ തന്നിച്ചയം. വക്കുടഞ്ഞാലും വളഞ്ഞൊടിഞ്ഞാലും വല്ലഭൻ തൊട്ടതാം മണ്ണല്ലയോ. എന്നെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് ദൈവത്തിൻ്റെ വലിയൊരു കാരുണ്യവും ഒപ്പം എൻ്റെ രക്ഷിതാക്കളുടെ ഒരു കരുതലും ഒപ്പം ഈ സമൂഹം എനിക്ക് തരുന്ന ഒരു വലിയ ഒരു സ്നേഹവും പിന്തുണയും കൊണ്ടാണ്. എൻ്റെ ജേർണി, മ്യൂസിക്കിൻ്റെ ജേർണി തുടങ്ങി ആ ഒരു ടൈമിൽ തന്നെയാണ് ഞാൻ ആദ്യം പാടിയ വൈകുമ്പോൾ പാടും വയൽപ്പൂ പോലും. അത് എൻ്റെ ജീവിതത്തിലെ എന്താ പറയുക ഏറ്റവും മറക്കാനാവാത്തൊരു അനുഭവം തന്നെയായിരുന്നു. ഫാദർ ബിജു മാത്യു പുളിക്കൽ അച്ഛനാണ് അതിന് വരികൾ എഴുതിയത്. അച്ഛൻ എന്നെ കണ്ടതിന് ശേഷമാണ് വരികൾ എഴുതുകയെന്ന് പറഞ്ഞു. അപ്പോൾ വൈകല്യമൊന്നും സാരമില്ല, നമ്മളിതിനെല്ലാം അതിജീവിക്കും എന്നൊരു മെസ്സേജാണ് ആ ഒരു പാട്ട് നമുക്ക് നൽകുന്നത്. അപ്പോൾ അച്ഛനിങ്ങനെ എനിക്ക് വേണ്ടി ആ പാട്ട് എഴുതി എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരുപാട് സന്തോഷമായി. അത് ആ ഒരു സോങ് ഏറ്റവും എന്താ പറയുക വൈറൽ സോഷ്യൽ മീഡിയസിലാണെങ്കിലും അതൊരു ആൽബം സോങ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ CDs ഒക്കെ ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സോങ്ങിലൂടെ ഒരുപാട് ആളുകൾ എന്നെ തിരിച്ചറിയാൻ തുടങ്ങി. അപ്പോൾ അതെൻ്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത ഒരു മൈൽ സ്റ്റോൺ എന്ന് പറയാം.